ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി മത്സരത്തിന്റെ പോസ്റ്റ് മാച്ച് ചർച്ചയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു സോറി പറയട്ടെ, ഇന്നലെ രാത്രി വീഡിയോ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പ്ലെയർ റേറ്റിംഗ്സ് വീഡിയോ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ടയർഡായി പോയി. എല്ലാ ദിവസവും ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അത് എഡിറ്റും ചെയ്യണം, അങ്ങനെ ഉറക്കത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഇന്ന് ഫ്രഷ് ആയിട്ട് രാവിലെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആക്ച്വലി കഴിഞ്ഞ വീഡിയോന്റെ കമന്റ്സ് ഞാൻ പരിശോധിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ മാർലോൺ റൂസ് ട്രൂയിലോയ്ക്ക് നൽകിയ റേറ്റിംഗിനെ കുറിച്ച് ഒരു ഡിസഗ്രിമെന്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട, അതിനുള്ള ക്ലാരിറ്റി ഞാൻ നൽകിയിരിക്കും. കാരണം ഇന്ന് രാവിലെ എണീറ്റ് മാർലൺ റൂസ് ട്രൂയിലോ കളിച്ച 62 മിനിറ്റും ഞാൻ വീണ്ടും ഫാൻ കോഡി ഇരുന്ന് കണ്ടിട്ടുണ്ട്. എന്നിട്ടും എന്റെ അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ മാർലണിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറെ 4 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിൽ തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് ആ 5ാമത്തെ പോയിന്റിലേക്ക് ഇവഞ്ച്വലി വരാം. ഒട്ടും വൈകിക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് 0, മുംബൈ സിറ്റി 1. കലൂരിലെ ഈ സീസണിലെ ആദ്യ ഹോം മത്സരത്തിൽ നിന്നും നമ്മൾ പഠിച്ച 5 കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലേ, ഈ ഡേവിഡ് കാറ്റലയുടെ ടീം സെലക്ഷനും അതുപോലെ തന്നെ പുള്ളിയുടെ ഇൻ ഗെയിം ഡിസിഷൻസ്. അതായത് പുള്ളി മാച്ചിന്റെ ഇടയ്ക്ക് എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു, ഏത് ഷേപ്പിലേക്ക് ടീം മാറുന്നു, ഏത് പ്ലെയേഴ്സിനെ പുള്ളി വലിക്കുന്നു, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് നമ്മൾ സൂപ്പർ കപ്പിൽ ആ ഒരു മുംബൈ സിറ്റിയുടെ ആ മത്സരം തുടങ്ങി നമ്മൾ സംസാരിക്കുന്നതാണ് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഇന്നലെ വീണ്ടും അങ്ങനത്തെ കുറച്ച് തീരുമാനങ്ങൾ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് കിട്ടിയ ഒരു ഇംപ്രഷൻ, കാറ്റല ഭയങ്കര പ്രഷറിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പുള്ളി റിസൾട്ടിനായിട്ട് അത്രയും ഡെസ്പറേറ്റ് ആണ്. ആ ഒരു ഡെസ്പറേഷനെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം റിസൾട്ടിന് ഞാനും ഡെസ്പറേറ്റ് ആണ്. എനിക്കും ക്ലബ്ബ് ജയിച്ച് കാണണം, നല്ല കാലം വരണം, ട്രോഫി അടിക്കണമെന്നൊക്കെ ഉള്ള ആ ഒരു ഒബ്സഷൻ എനിക്കും ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ ഈ കളിയിൽ പ്രത്യേകിച്ച് കാറ്റല നടത്തിയ ചേഞ്ചുകൾ, ഹാഫ് ടൈമിൽ ശരിക്കും റൗളിനെ അവിടെ വലിക്കേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം ഓബിയസ്ലി നമ്മുടെ മിഡ്ഫീൽഡിന്റെ താളം എല്ലാം തെറ്റി. ഓബിയസ്ലി ഒരു കളി ട്രെയിൽ ചെയ്യുമ്പോൾ ആസ് എ മാനേജർ നിങ്ങൾ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനുകളിലേക്ക് എത്തുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ആ റൗളിനെ അവിടെ വലിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോ ഇത് ഇങ്ങനെ കളിക്ക് ശേഷം എനിക്ക് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഞാനത് എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട്. ഹൈൻസൈറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. കളി ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അതിനൊരു അനലിറ്റിക്കലായിട്ടുള്ള വ്യൂ കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം ഇന്ന് റൗളിൻ അവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒരു പക്ഷേ ആ മിഡ്ഫീൽഡിന്റെ ഷേപ്പ് പ്രോപ്പർ ആയനെ. ബ്രാൻഡൺ അവിടെ ആ ഒരു പാസ് കൊടുക്കുമ്പോൾ അവിടെ ത്ലുവാങ്ക, നമുക്കറിയാം ത്ലുവാങ്ക ആ കളിയിൽ അത്രയും അഡ്വാൻസ് ചെയ്ത്, കൗക്കോയോ ത്ലുവാങ്കയോ ഫസ്റ്റ് ഹാഫിൽ റൗളിൻ ആ മിഡ്ഫീൽഡിൽ ഉള്ളപ്പോൾ അത്രയും അഡ്വാൻസ് ചെയ്ത് നമ്മുടെ ഫൈനൽ തേർഡിലോട്ട് വന്നിട്ടേ ഇല്ല. ത്ലുവാങ്ക അവിടെ വന്ന് ആ ഷോട്ട് അടിക്കുമ്പോഴാണ് അത് ഒമാർബായുടെ മേത്ത് കെട്ടി ചാങ്തെ ഓൺ സൈഡ് ആയിരുന്നു എന്തോ ഭാഗ്യത്തിന് ചാങ്തയ്ക്ക് കറക്റ്റ് കിട്ടി, ചാങ്തെ ഫിനിഷ് ചെയ്തു. ഒരു പക്ഷേ റൗളിൻ അവിടെ ഉണ്ടെങ്കിൽ ത്ലുവാങ്കയ്ക്ക് അങ്ങനെ വന്ന് അഡ്വാൻസ് ചെയ്ത് അവിടെ ആ ഷോട്ട് അടിക്കാനുള്ള, ഒമാർബായുടെ മേത്ത് ആ ഷോട്ട് അടിക്കാനുള്ള ആ ഒരു സ്പേസോ ടൈമോ ചിലപ്പോൾ കിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈൻസൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് പറയാന്ന് ചിലർക്കൊക്കെ തോന്നും. പക്ഷേ ആ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. മുംബൈ സിറ്റിയുടെ മിഡ്ഫീൽഡിന് അങ്ങനെ ഒരു കൺട്രോൾ കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു സ്ട്രോങ് എവിഡൻസ് ആണ് റൗളിന് ഈ മാച്ചിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു എന്നുള്ള. മേ ബി ഈ കളിയുടെ ഒരു ആദ്യ 30 മിനിറ്റ്, ആ ഡ്രിങ്ക്സ് ബ്രേക്ക് വരെ നമ്മൾ കളിച്ച ആ ഒരു ഇന്റൻസിറ്റി പക്കയായിരുന്നു. ആ ഒരു ഇന്റന്റ് നമ്മൾ കാണിച്ചു. കളി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ടാണ്, പൊസഷനൊക്കെ മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ റീറ്റെയിൻ ചെയ്തു. കാരണം നമ്മുടെ ഒരു സ്ഥിരം ഇതുണ്ടല്ലോ, 2 പാസ് അടിക്കുക, 3ാമത്തെ പാസ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അങ്ങനെയല്ല, നമ്മൾ പൊസഷൻ റീസൈക്കിൾ ചെയ്യാന്ന് പറയും. പല പ്ലേയേഴ്സ് പാസ് ചെയ്ത്, ഇതിൻ്റെ അകത്തൊക്കെ റൗളിലേക്ക് ഞാൻ വരാം കേട്ടോ, അടുത്ത പോയിന്റിൽ വരാം. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ നല്ലോണം ബോൾ കീപ്പ് ചെയ്തു. നമ്മൾ ഒരിക്കലും അങ്ങനെ അധികം ചെയ്യാറില്ലാത്തൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും ബോൾ കിട്ടിയാൽ അപ്പം തന്നെ നമ്മളത് തിരിച്ചു കൊടുക്കും. മോഹൻ ബഗാനായിട്ട് 1-2 ഇൻസ്റ്റൻസിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ബോൾ കിട്ടിയ സാഹചര്യത്തിൽ നമ്മളത് കണ്ടിരുന്നു. നമ്മൾ ബോൾ നല്ലോണം റിട്ടേൺ ചെയ്യുന്ന ഒരു ടീം അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ആദ്യത്തെ 30 മിനിറ്റിൽ നമ്മളത് വളരെ നല്ലോണം ചെയ്തു തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത്യാവശ്യം ചാൻസസുകൾ നമ്മൾ ക്രിയേറ്റും ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കുറച്ചൊരു പോസിറ്റീവ് സ്റ്റാർട്ട് തുടങ്ങിയിട്ട് ആ ഒരു ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷമാണ് മുംബൈ സിറ്റി ഒന്ന് കളിച്ച് തുടങ്ങിയത്. അപ്പൊ ആ ഒരു ഹാഫ് ടൈമിൽ കാറ്റലേക്ക് തോന്നിയിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ഈ ഒരു സ്റ്റാർട്ടിനെ എങ്ങനെയെങ്കിലും ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ റൗളിനെ വലിച്ചിട്ട് അവിടെ വിബിനെ കൊണ്ടുവരിക, കെവിൻ യോക്കിനെ കൊണ്ടുവരിക. 2 നല്ല ഫോർവേഡ് തിങ്കിങ് ഐഡിയാസ് ആണ്. വിബിൻ ഒരു പ്രോപ്പർ ഹോൾഡിംഗ് മിഡ്ഫീൽഡർ അല്ലെന്ന് നമുക്കറിയാം. കെവിൻ യോക്ക് ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞ കളിയിൽ നമ്മൾ ഇംപ്രസ് ചെയ്ത ലൈനപ്പിലേക്ക് വരണമെന്ന് നമ്മൾ വാശി പിടിച്ചൊരു പ്ലെയറാണ്. ഇവരെ രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആക്ച്വലി കാറ്റല ഒരു കാലിൽ വെടിവെച്ചിട്ട് മറ്റേ കാലിൽ കൊണ്ട് ഓടാൻ നോക്കിയ പോലത്തെ ഒരു സാധനമാണ്. കാരണം റൗളിന് അവിടെ ഒരു ഷീൽഡാണ്, റൗളിന് അവിടെ എടുത്ത് മാറ്റിയപ്പോൾ ആ ഒരു മിഡ്ഫീൽഡിന്റെ ബാലൻസ് പോയി എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ആയത്. പിന്നെ നമ്മളൊരു
ഇതിലേക്ക് പോയി കളി കുറച്ചും കൂടെ ഓപ്പൺ ആയി മുംബൈ സിറ്റി വീണ്ടും വീണ്ടും കോൺഫിഡൻസ് ആർജിച്ചു തുടങ്ങി. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്തേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് ഞാൻ ഇവിടെ കാറ്റലനെ കുറ്റപ്പെടുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊരു 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 ഡെസ്പറേറ്റ് മൂവ് ആണ്. കാരണം പുള്ളിക്ക് എങ്ങനെയെങ്കിലും ഒരു റിസൾട്ട് വേണം. അതെനിക്ക് ഫുള്ളി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാരണം സൂപ്പർ കപ്പിൽ 2 തവണ കളിച്ചു, 2 തവണ നോക്കൗട്ട് കാണാതെ പുറത്തായി. ഈ ISL സീസൺ ഇത്രയും പ്രതിസന്ധിയിൽ മുന്നോട്ട് പോയാണ്. ആദ്യത്തെ മത്സരത്തിലെ പെർഫോമൻസ് അമ്പേ പരാജയം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു പെർഫോമൻസ് ഒട്ടും ആർക്കും സാറ്റിസ്ഫൈങ് ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഹോം മാച്ചിലേക്ക് വരുമ്പോൾ അവിടെ 10-15,000 പേര് കളി കാണാൻ വന്നിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ഒരു പെർഫോമൻസ് കൊടുക്കണം. ഓബിയസ്ലി കോച്ച് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കോച്ചിന് എപ്പോഴും ക്രിറ്റിസിസം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളിവിടെ നോക്കേണ്ടത് ഇന്നലെ ഒരു സ്റ്റാറെ, ഇന്നൊരു കാറ്റല, നാളെ വേറെ ആരെങ്കിലും. ഇതാണ് ഇവിടുത്തെ ഒരു റെക്കറിങ് തീം ഓഫ് പാറ്റേൺ. ഇത് സ്റ്റാറിനെ സാക്ക് ചെയ്തപ്പോഴും ഞാൻ ഈ കറക്റ്റ് വേർഡ് പറഞ്ഞതാണ്. ഇന്ന് സ്റ്റാറെ, നാളെ വേറെ ആരെങ്കിലും, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കോച്ചിനെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ചുമ്മാ അയാളെ ഇവിടെ പിടിച്ചിട്ട് ഈ ടീമിലിട്ട് ഈ ഇത്രയും പ്രതിസന്ധിയിലാക്കിയിട്ട് റിസൾട്ടുകൾക്ക് വേണ്ടി. കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഇല്ലാണ്ട് ഒന്നുമില്ല. കാരണം ഇനിയിപ്പോൾ 2 മത്സരങ്ങളും തോറ്റു. ഇനി അടുത്തത് ഡിഫിക്കൽട്ട് മത്സരമാണ്. ഹബാസിൻ്റെ ഇന്റർകാശിയായിട്ടാണ് അടുത്ത കളി. അതിലും ജയം കണ്ടില്ലെങ്കിൽ ഇനിയും വലിയ പ്രതിസന്ധികളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എപ്പോഴും. ഇപ്പോൾ പ്ലെയർ റേറ്റിംഗ്സ് വീഡിയോയിലും പലരും പറയുന്നുണ്ട് ചില പ്ലെയേഴ്സിന് നിങ്ങൾ കുറച്ച് കൂടിയ റേറ്റിംഗ് കൊടുത്തു. എനിക്ക് വേണമെങ്കിൽ എല്ലാവരെയും വട്ടവിട്ട് ആക്രമിക്കാം. ഇപ്പോൾ കാറ്റലാൻ എനിക്ക് തെറി പറയാം, എനിക്ക് പ്ലെയേഴ്സിനെ തെറി പറയാം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇതൊരു കോച്ചിങ് പ്രോബ്ലത്തിനേക്കാൾ ഉപരി ഇതൊരു ഡേ ടു ഡേ എങ്ങനെ ഈ ക്ലബ്ബ് റൺ ചെയ്യുന്നു എന്നുള്ള അതിനെതിരെയുള്ള ഒരു ക്വസ്റ്റ്യനിങ് കൂടെ ഇവിടെ നടക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ മാനേജേഴ്സിനെ മാറ്റി കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ആസ് എ ക്ലബ്ബ് നമ്മൾ പോകുന്ന ഡയറക്ഷൻ ഏതാണെന്ന് നമുക്ക് വലിയ ഐഡിയ കിട്ടുന്നില്ല. നമ്മുടെ തീരുമാനങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗങ്ങളായാലും നമ്മുടെ സ്ക്വാഡ് മാനേജ്മെൻ്റ് ആയാലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും അതിലൊന്നും സാറ്റിസ്ഫൈഡ് ആയ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അവരൊക്കെ വെറുതെ കണ്ണടച്ചിരിട്ടാക്കുകയായിരിക്കും. കാരണം ഇപ്പോൾ ഒരു നോർമൽ സിമ്പതി ഉണ്ടല്ലോ. ഇന്ത്യൻ ഫുട്ബോൾ പ്രതിസന്ധിയിലായിരുന്നു, ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കളി തുടങ്ങി, അപ്പോൾ നമ്മുടെ ക്ലബ്ബ് അടച്ചുപൂട്ടാൻ പോകുമായിരുന്നു. അങ്ങനത്തെ ഒരു സിമ്പതി റൺ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷെ ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ സൈലൻസ് മുതലെടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ കാറ്റലേനെ എനിക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പുള്ളി എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില ഡിസിഷൻസ് നമ്മൾ എടുക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പം അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ജീനിയസ് മൂവ് എന്ന് നമ്മളെല്ലാവരും വാഴ്ത്തും. അത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനെ ക്രിട്ടിസൈസും ചെയ്യും. അതാണ് ഈ ബിസിനസ്സിൻ്റെ നേച്ചർ. അങ്ങനെയാണ് ഫുട്ബോളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും കോച്ചിങ്ങിൻ്റെ ഒരു അതാണ്. ഓരോ തീരുമാനങ്ങളെ ബേസ് ചെയ്താണ് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ കാണികളാണ്. നമുക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള കോച്ചിങ് ബാഡ്ജുകളോ കോച്ചിങ് ലൈസൻസുകളോ അല്ലെങ്കിൽ കോച്ചിങ് പരിശീലനമോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു വ്യൂവർ ഇതിൽ നിന്നാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ അതാണ്. നമ്മളെയും കുറ്റം പറയാൻ പറ്റില്ല, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു നൈസ് ഗായ് ആയിട്ട് നിന്നുകൊണ്ട് നമുക്ക് എവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ആൾക്കാർ മുതലെടുക്കുകയുള്ളൂ. ഇതിൻ്റെ പുറകിൽ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ ചോദ്യങ്ങൾ പോവാതിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കാറ്റലേനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഒരു മരപ്പണിക്കാരന് കല്ല് കൊടുത്തിട്ട് അയാളോടൊരു കട്ടിലുണ്ടാക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കളി കഴിഞ്ഞപ്പോഴും പുള്ളിയുടെ ഒരു മിക്സ് സോണിലായിരുന്നു. ഏതോ ജേർണലിസ്റ്റ് ചോദിച്ച ഒരു ക്വസ്റ്റിന് പുള്ളി ഭയങ്കര ഓണസ്റ്റ് ആയിട്ടാണ് റിപ്പോർട്ട് പറഞ്ഞത്. ആ ജേർണലിസ്റ്റ് ചോദിച്ചു, സിൽവർ വെയർ അടിക്കാൻ പറ്റുമോ? കാറ്റല പറഞ്ഞതാ, ഒരിക്കലും പറ്റില്ല. ലൈക്ക് ഇറ്റ്സ് ഇംപോസിബിൾ. എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമിക്കുക, അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ. അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നി, സത്യം പറയാമല്ലോ. പുള്ളിക്ക് അത്യാവശ്യം ഒരു ഡീസൻറ്റ് ടീമിനെ ആ സൂപ്പർ കപ്പിൽ കിട്ടിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ടീം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഡ്രിങ്ക്സ് ബ്രേക്കിന് മുമ്പായിട്ട് ആ 30 മിനിറ്റ് നമ്മൾ അത്യാവശ്യം നല്ല ഇൻറ്റൻറ്റി കളിച്ചില്ലേ, അവിടെ ഒരു ഗോൾ വീഴാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ കളിയിൽ എപ്പോഴെങ്കിലും ഒരു ഗോൾ വീഴാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. കാരണം അതിനുള്ള എന്തോ ഒരു സംഭവം ആ ടീമിൽ ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നി. ഇന്ത്യൻ ഫുട്ബോളിൽ ഈ അവസ്ഥ വന്നതും കാറ്റലയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടില്ല. അത് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കണ പരിപാടിയായി പോയി. കാരണം ആ പ്ലേയേഴ്സിനെയൊക്കെ നഷ്ടമായി. ഇങ്ങനെ ഒരു പുതിയ ടീം വന്നു, പിന്നെ ചെറിയൊരു പ്രീ സീസൺ, എല്ലാം കാറ്റലയ്ക്ക് എതിരാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള എല്ലാ സിറ്റുവേഷനുകളും എല്ലാ പ്രശ്നങ്ങളും എല്ലാം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാറ്റല സർവൈവ് ചെയ്യാനുള്ള ഓഡ്സ് ഭയങ്കര ചെറുതാണ്. അതിന് ഒരു ചാൻസ് തന്നെ കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാ രീതിയിലും ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, പിച്ചിലും ഓഫ് ദ പിച്ചും എല്ലാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ക്ലബ്ബ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ ആ ഒരു കാറ്റല ആ ഒരു പ്രഷറിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഡെസ്പറേഷൻ എനിക്ക് പല നീക്കങ്ങളിലും കാണാനായി.
ആസ് എ ഫാൻ കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ആ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഹാഫ് ടൈമിൽ എടുത്ത ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അത് നമ്മളെ കുറച്ച് വീക്ക് ആക്കിയ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ കളിയുടെ ഒരു ഗതിക്ക് അനുസരിച്ചുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് അത് പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ തോന്നിയത്. ഇനി നമുക്ക് റൗളിനിലേക്ക് വരാം. ഞാൻ റൗളിൻ വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തിരുന്നു, 3 positives and 2 negatives about റൗളിൻ ജോയിനിങ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ ഒരു മത്സരത്തിൽ ഞാൻ പറയട്ടെ, കുറെ പേര് പറയുന്നുണ്ട് 45 minutes റൗളിൻ കളിച്ചുള്ളൂ. അതൊക്കെ ശരിയാണ്. ഞാൻ പ്ലെയർ റേറ്റിംഗ്സ് വീഡിയോയിലും പറഞ്ഞാണ് 45 minutes കളിക്കാനല്ല ഈ പ്ലെയറിനെ നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ടോ കാര്യങ്ങളുണ്ടോ ഒന്നും നമുക്ക് അറിയില്ല. പിന്നെ റൗളിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, റൗളിന്റെ ജോലി ഈ ടീമിൽ, ഞാൻ ആ വീഡിയോയിലും ആദ്യത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, റൗളിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കളിക്കുക, അല്ലെങ്കിൽ ബോൾ ഇവിടെ നിന്ന് ക്യാരി ചെയ്ത് ബോക്സിൽ കൊണ്ട്, അതൊന്നും അല്ല റൗളിന്റെ ജോലി. റൗളിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ആ 2 സെന്റർ ബാക്കിന്റെ ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്യുക, അവർക്കൊരു പാസിംഗ് ഓപ്ഷൻ ആയിട്ട് വരിക, പ്രഷർ സിറ്റുവേഷനുകളിൽ ബോൾ റിസീവ് ചെയ്യുക, പൊസഷൻ റീസൈക്കിൾ ചെയ്യുക. ലൈക്ക് ഒരു സെന്റർ ബാക്കിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യുക, വേണമെങ്കിൽ വിങ് ബാക്കിന് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക, ബോൾ തിരിയുക, അങ്ങോട്ട് പാസ് കൊടുക്കുക. ഇതാണ് റൗളിന്റെ ജോലി. അത് റൗളിൻ ഫസ്റ്റ് ഹാഫിൽ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. പല പ്രഷർ സിറ്റുവേഷനുകളിലും ബോൾ റിസീവ് ചെയ്തിട്ടുണ്ട്, നല്ലോണം പൊസിഷൻ റീസൈക്കിളും ചെയ്തിട്ടുണ്ട്. ആ 2 കാര്യങ്ങളിൽ റൗളിൻ പക്കയായിട്ട് തന്നെ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാമല്ലേ. ശരിക്കും റൗളിൻ ആ ഒരു മിഡ്ഫീൽഡ് പൊസിഷനിൽ നിന്ന് പോയപ്പോൾ, ആ ഒരു DM റോളിൽ നിന്ന് പോയപ്പോൾ നമ്മുടെ മിഡ്ഫീൽഡ് ഒരു ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഓപ്പൺ ആയി നമ്മൾ. ഈ ബാക്കിയുള്ള പ്ലെയേഴ്സൊക്കെ, ഈ ത്ലുവാങ്കയും കൗക്കോ അത്രയും ഒന്നും അഡ്വാൻസ് ആയിട്ട് കളിച്ചില്ല, പക്ഷെ ബാക്കിയുള്ള പ്ലേയേഴ്സ് മുംബൈക്ക് കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി കിട്ടി ആ മിഡ്ഫീൽഡിൽ. തീർച്ചയായിട്ടും ഞാൻ ഐ ഹാവ് ടു ഗോ ബാക്ക് ടു ദി അതർ പോയിന്റ്, ലൈക്ക് കാറ്റല എന്തുകൊണ്ട് ആ ഒരു തീരുമാനം എടുത്തെന്ന് എനിക്കറിയില്ല. ബിക്കോസ് റൗളിൽ നിന്ന് ഞാൻ ശരിക്കും മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രിവ്യൂ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൗക്കോന്റെ ആ ഒരു ഇമ്പാക്ട്. അതുകൊണ്ട് റൗളിൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ റൗളിൻ ഒരു വലിയ ഗെയിം റൗളിൽ നിന്ന് വരണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചാൻസ് ഉള്ളൂ. ആ മിഡ്ഫീൽഡിൽ നമ്മൾ ഒരു ഡോമിനേഷൻ കണ്ടെത്തിയാലേ നമുക്ക് ആ ഒരു ചാൻസ് ഉള്ളൂ. കാരണം പൊസഷൻ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ബോൾ നല്ലോണം കീപ്പ് ചെയ്യുക. ഇങ്ങനത്തെ ടീമുകൾക്കെതിരെയുള്ള പ്രശ്നം അതാണ്. ബോൾ നമ്മൾ ചീപ്പായിട്ട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവർ നമ്മൾ അറ്റാക്ക് ചെയ്യും. അതിനുള്ള പേസും സംഭവങ്ങളും ഒക്കെ ഈ മുംബൈ സിറ്റി ടീമിലുണ്ട്. വികാസ് ആ ചീപ്പായിട്ട് ബോൾ ഡിയാസിന് കൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റൗളിൻ ഇന്ന് നല്ലോണം പെർഫോം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 45 minutes വരെ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ റൗളിനെ അങ്ങനെ കുറ്റപ്പെടുത്താനോ, ആദ്യത്തെ മത്സരത്തിൽ എനിക്ക് ഫീൽ ചെയ്തു കുറച്ചൊന്ന് സ്ലോ ആണ് തീരുമാനങ്ങൾ എടുക്കാൻ. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ആ ഒരു പ്രശ്നം റൗളിൻ നികത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. എപ്പോഴും ബോൾ റിസീവ് ചെയ്യാൻ റെഡി ആയിരുന്നു. ഒരു DM-നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ബോൾ റിസീവ് ചെയ്യാൻ എപ്പോഴും റെഡി ആയിരിക്കണം. നല്ല സ്പേസിലേക്ക് മൂവ് ചെയ്ത് ബോൾ റിസീവ് ചെയ്യുക. കാരണം ഒരു എക്സ്ട്രാ പാസിംഗ് ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ടീംമേറ്റ്സിനുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്ലേ ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ. നിങ്ങൾ ആ കളിയുടെ ആ ഡ്രിങ്ക്സ് ബ്രേക്ക് ഒരു 30-35 minutes വരെയുള്ള സമയം വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ റൗളിൻ്റെ ആ ഒരു പൊസിഷനിങ്ങും റൗളിന് എങ്ങനെയാണ് മൂവ് ചെയ്തതെന്നും എങ്ങനെയാണ് ബോൾ റീസൈക്കിൾ ചെയ്തതെന്നും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ നല്ലോണം തന്നെ പെർഫോം ചെയ്തെന്നാണ് എൻ്റെ അഭിപ്രായം. മിനിറ്റ്സ് കിട്ടണം, അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. എന്തായാലും മറ്റേസ് ഈ കളിയിലേക്ക് വന്നിരുന്നു. മറ്റേസിനെ പക്ഷെ നമ്മളൊരു സെൻറ്റർ ബാക്ക് ആയിട്ടാണ് കളിപ്പിച്ചത്. ആ ഒരു തിങ്കിങ് പ്രോസസ്സിനെ കുറിച്ച് ഞാൻ ഈ റൗളിൻ വന്ന വീഡിയോയിലും പറഞ്ഞിരുന്നു. മറ്റേസിന് ചിലപ്പോൾ ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടായിരിക്കാം കാറ്റല പ്രിഫർ ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ആ ഒരു റൗളിനാണ് നമ്മുടെ ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ ആ ഒരു DM-ൽ. വേറെ ആര് കളിക്കാനാണ്? ഇപ്പോൾ വിപിൻ നമ്മൾ പിടിച്ച് DM ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കിപ്പോൾ ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഫ്രെഡിക്ക് ആ റോള് കളിക്കാനുള്ള ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല ഇതുവരെ. ഫ്രെഡിയും മിനിറ്റ്സ് ഒന്നും കിട്ടുന്നില്ലല്ലോ, ഇടയ്ക്ക് വന്ന് കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദാനിഷിന് ആ റോള് കളിക്കാനുള്ള ഡിസിപ്ലിൻ ഇല്ല. പിന്നെ ആരെയും കളിപ്പിക്കാനില്ല അവിടെ, റൗളിൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള രീതിക്ക് അയാൾക്ക് മാക്സിമം മിനിറ്റ്സ് കൊടുത്ത് അയാൾ എത്രയും പെട്ടെന്ന് സ്പീഡിലാവട്ടെ എന്നല്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു വലിയ ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യിക്കാതിരുന്നൂടെ. ലൈക്ക് അങ്ങനത്തെ ഒരു വലിയ പ്രശ്നത്തിലൂടെയാണ് ഈ പ്ലെയർ കടന്നു പോകുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ പ്ലെയറിനെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ കൊണ്ടുവരില്ല. ക്ലിയർലി ഈ 2 മത്സരങ്ങളിലും എന്തെങ്കിലും ഒരു ചേഞ്ച് വരണമെന്നുള്ള ഒരു ഡെസ്പറേഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റല ഈ റൗളിനെ മാറ്റിയിരിക്കുന്നത്. ആദ്യത്തെ മത്സരത്തിൽ അത് ജസ്റ്റിഫൈഡ് ആണ്, കാരണം നമ്മൾ കളിയിലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാധനം ചെയ്യണം. പക്ഷേ ഈ മത്സരത്തിൽ റൗളിന് ആക്ച്വലി ഒരു നല്ല പെർഫോമൻസ് ആ ഒരു 45 minutes കൊടുത്തിട്ടും അങ്ങനെ മാറ്റിയത് ശരിയായില്ല. റൗളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാനുണ്ട് ഇനിയും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മിഡ്ഫീൽഡിൽ ഇത് വർക്ക് ആവണമെങ്കിൽ റൗളിന് ഒരുപാട് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ റൗളിനെ മാക്സിമം എങ്ങനെയെങ്കിലും ആ ഒരു സ്പീഡിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ സീസണിന് ഭയങ്കര ക്രിട്ടിക്കലാണ്. പല ടീമുകളും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ചില ടീമുകളൊക്കെ വളരെ ഇമ്പ്രസീവ് ആയിട്ടാണ് കളിക്കുന്നത്. ആ മിഡ്ഫീൽഡുകൾക്കെതിരെയൊക്കെ നമുക്ക് കളിക്കണമെങ്കിൽ ഈ പ്ലെയർ അപ് ടു സ്പീഡ് ആവണം. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. മോർ മിനിറ്റ്സ് കൊടുക്കുക. കാരണം എവിടേക്കോ ഒരു ഷെയ്ഡിൽ റൗളിൻ ഈ ഒരു റോളിലേക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് അടുത്ത കളിയിൽ ഒരു ലോങ്ങർ ഡ്യൂറേഷനിൽ നമുക്ക് കാണാനാവട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത് മുംബൈ സിറ്റിയെ കുറിച്ചാണ്. ശരിക്കും ആസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ
ഞാനിത് പറയുന്നതിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം മുംബൈ സിറ്റി ഫാൻസ് ഇത് കേട്ട് കഴിഞ്ഞാൽ അവന്മാർ എന്നെ വന്ന് ട്രോൾ ചെയ്യും. പക്ഷെ ഞാനിതൊരു ഫാൻ പെർസ്പെക്റ്റീവിലല്ല പറയുന്നത്, ഒരു ക്രിയേറ്റർ. ഇപ്പൊ നമ്മൾ ISLലെ എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാനിത് പറയുന്നത്. കാരണം മുംബൈ സിറ്റിയുടെ ആദ്യ മത്സരവും ഈ മത്സരവും ഞാൻ കണ്ടതാണ്. ഈ 2 മാച്ചിലും അവർ 6 പോയിന്റ് നേടി എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പഴയ മുംബൈ സിറ്റിയുടെ ആ ഒരു പീക്ക് ലെവൽ ഓഫ് പെർഫോമൻസിലൊന്നും അല്ല ഈ ടീം കളിക്കുന്നത്, ആ ഒരു സ്റ്റൈലിലേ അല്ല ഈ ടീം കളിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ ചെന്നൈയിൻ FC ആയിട്ടായാലും നമ്മളായിട്ടായാലും പല സിറ്റുവേഷനുകളിലും അവരായിരുന്നില്ല ബെസ്റ്റ് ടീം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചെന്നൈയിൻ FC ആയിട്ട് ഓബിയസ്ലി ആ കൗക്കോനെ വിഡ്രോ ചെയ്തപ്പോഴത്തേക്കും ചെന്നൈയിന് കുറെ ചാൻസുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരെണ്ണം അവർക്ക് കൺവേർട്ട് ചെയ്യാനായിരുന്നെങ്കിൽ, ആ ഒരു ഇനീഗോ മാർട്ടിനൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഒരു നല്ലൊരു സെൻറ്റർ ഫോർവേഡോ അല്ലെങ്കിൽ നല്ലൊരു ക്ലിനിക്കൽ നേച്ചറൊക്കെ എന്തെങ്കിലും അവർക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഡ്രോ എങ്കിലും പിടിക്കായിരുന്നു. ഈ ഒരു മത്സരത്തിലും നമുക്ക് തുടക്കത്തിൽ ചാൻസുകൾ ഉണ്ടായിരുന്നു, ബർട്ടമൂനും ചാൻസുകൾ ഉണ്ടായിരുന്നു, അവസാനവും ചാൻസ് ഉണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലുമൊക്കെ, ഒരു ഫുട്ബോൾ ആണല്ലോ, അതിൽ എന്ത് സംഭവിക്കാം, ഏതെങ്കിലുമൊക്കെ ഒരു ചാൻസ് കയറിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നേനെ. ഒബിയസ്ലി അതിൽ അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. കാരണം 6 പോയിന്റ് ഫ്രം 2 ഗെയിംസ് ഇസ് ദ പെർഫെക്റ്റ് സ്റ്റാർട്ട്. പേപ്പറിൽ അത് പെർഫെക്റ്റ് സ്റ്റാർട്ടാണ്. അടിപൊളിയായിട്ട് തുടങ്ങിയിരിക്കുന്ന ബാക്കിയുള്ള ടീമുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിലേക്ക് മുംബൈ സിറ്റി എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓബിയസ്ലി ഒരു ഈസ്റ്റ് ബംഗാളിനെയോ മോഹൻ ബഗാനെയോ ഒക്കെ ടൈറ്റിലിന് പുഷ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ള പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ പറ്റില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇംപ്രൂവ്മെന്റ് എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പീറ്റർ ക്രാറ്റ്കിക്ക് ഈ ഒരു ടീമിന്റെ കൺട്രോൾ കിട്ടിയിട്ട് കുറച്ച് നാളായി. പുള്ളിക്ക് അറിയാവുന്ന പ്ലേയേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു പ്രീ സീസണൊക്കെ നമുക്കറിയാം എത്രത്തോളം കുറവായിരുന്നു എന്ന്. കുറേ മത്സരങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോഴത്തേക്കും എന്തായാലും ഒരു കൺസിഡറബിൾ ഇമ്പ്രൂവ്മെന്റ് വരും. മാച്ച് വിന്നേഴ്സ് ആ ടീമിൽ തീർച്ചയായിട്ടും ഉണ്ട്. ബ്രാൻഡൻ ഉണ്ട്, ചാങ്തെ ഉണ്ട്, കൗക്കോ ഉണ്ട്, വിക്രം പ്രതാപ് സിംഗ് ഉണ്ട്, പെരേര ഡിയാസ് ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ കത്തും. പക്ഷേ ഈ 2 മത്സരങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഇൻവിൻസിബിൾ ടീമൊന്നുമല്ല. അപ്പം എന്തായാലും അവർ ആ ഒരു 2 സ്റ്റെപ്പ് മറികടന്ന് ബാക്കിയുള്ള ടീമുകളുടെ ആ ലെവലിലേക്ക് എത്തുമോ എന്നുള്ളത് ഈ ടൈറ്റിൽ റേസിൽ ഏറ്റവും പ്രസക്തിയുള്ള ചോദ്യങ്ങളിൽ ഒന്നായിരിക്കും മുംബൈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ബട്ട് ഓവറോൾ 6 പോയിന്റ്സ് ഫ്രം 2 ഗെയിംസ് അവർ ഹാപ്പി തന്നെ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. എൻ്റെ അഭിപ്രായത്തിൽ മുഹമ്മദ് അച്ഛലിനെ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു ഈ മത്സരത്തിൽ. ഒരു ഗോൾ സ്കോറിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ഒരു പ്ലെയറാണ്. ലൈക്ക് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എങ്ങനെ ആളെ പൊസിഷൻ ചെയ്യണം, എവിടെ, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഡ്രോപ്പ് ഒന്നും ചെയ്ത് ഔട്ട് ഓഫ് പൊസിഷൻ ഒന്നും അങ്ങനെ വാണ്ടർ ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല. കറക്റ്റ് ബോക്സിൽ എങ്ങനെ ഉണ്ടാവണം, എങ്ങനെ ആ ബോൾ വലയിൽ എത്തിക്കണമെന്ന് വ്യക്തമായ ഒരു ധാരണ, ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ ഈസ്റ്റ് ബംഗാളിൻ്റെ യൂസഫ് എസജാരിയിൽ അത് ഭയങ്കരമായിട്ടുണ്ട്. ആ ഒരു 6 യാർഡ് ബോക്സിൽ നിന്ന് പുള്ളി കറക്റ്റ് പൊസിഷനിൽ ഉണ്ടാവും. ഗോൾ വന്നു കഴിഞ്ഞാൽ അടിച്ചകത്തിടാനുള്ള പൊസിഷനിൽ പുള്ളി ഉണ്ടാവും. അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് അച്ഛൽ. ആ ഒരു എനർജി ഉണ്ട് തീർച്ചയായിട്ടും. നമ്മളൊരു പ്രസ്സൊക്കെ ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ ആ പ്രസ് ലീഡ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട്. ബർട്ടമൂന് നമുക്കറിയാം 33 വയസ്സായി. പുള്ളി ഒരുപാടൊന്ന് ഡീപ്പായിട്ട് ഡ്രോപ്പ് ഒക്കെ ചെയ്താണ് ഈ കളി കളിച്ച. ബോൾ പല സിറ്റുവേഷനുകളിലും പുള്ളി കളക്ട് ചെയ്യാൻ ഇറങ്ങി വരേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അത് നമ്മുടെ മിഡ്ഫീൽഡിന്റെ ഒക്കെ പിടിപ്പുകേടാണ്. എന്നിരുന്നാലും പുള്ളിയുടെ കൂടെ കളിക്കാൻ ആക്ച്വലി ഞാൻ പറയുന്ന ബർട്ടമൂനെ പുറത്തിരുത്തണമെന്നല്ല, എനിക്ക് കാണാൻ ആഗ്രഹം നമ്മൾ ആക്ച്വലി ആ ഒരു 4-4-2 ഇല്ലേ, ആ ഒരു ഫോർമേഷനിലേക്ക് നമ്മൾ തിരിച്ചു പോയാലോ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കാരണം ഒരു 2 മാൻ സ്ട്രൈക്ക് പാർട്ട്ണർഷിപ്പ് പണ്ട് നമ്മുടെ ക്ലബ്ബിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണെന്ന് നമ്മൾ എല്ലാവരും മറന്നു പോകരുത്. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് ഫുട്ബോൾ നമ്മൾ കളിച്ചിരുന്നത് ആ ഒരു ഇതിലാണ്, ഒരു 2 മാൻ സ്ട്രൈക്ക് പാർട്ട്ണർഷിപ്പ് ഉള്ളപ്പോഴാണ്. അത് ഈ ബർട്ടമും അച്ഛലും കൂടെ കളിച്ചാൽ എങ്ങനെയിരിക്കും? ഈ ഒരു മത്സരത്തിൽ അച്ഛൽ ഇറങ്ങിയതിന് ശേഷം ഇവർ രണ്ടുപേരും പിച്ചിലുണ്ടായിരുന്നു. ബർട്ടമൂന് കുറച്ചൊന്ന് ഡീപ്പായിട്ട് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അച്ഛൽ എന്നാലും അവിടെ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ബർട്ടമൂന് പാസുകൾ കളിക്കാം. അങ്ങനെ ഡിഫൻഡേഴ്സിനെ ട്രാക്ക് ചെയ്ത് അച്ഛലിന് സ്പേസ് ഉണ്ടാക്കാം. അച്ഛലിന് ആ ഒരു ബോക്സിന്റെ അകത്തൊരു ബോൾ കിട്ടിയ അച്ഛലിന് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. അതൊരു നാച്ചുറൽ ക്വാളിറ്റിയാണ്. അത് നമ്മൾ അച്ഛലിന്റെ മാച്ചസ് റെഗുലർ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അടുത്ത മത്സരത്തിൽ ഈ അച്ഛലിനെയും ബർട്ടമൂനെയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമുക്കിനി ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സമയമായി. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ നൈസ് ഗൈ സിൻഡ്രോം വെച്ചോണ്ടിരുന്നാൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. നമ്മൾ കാര്യങ്ങൾ ട്രൈ ചെയ്യണം. അച്ഛല് തീർച്ചയായിട്ടും സീനിയർ ലെവലിൽ ഒരു സ്റ്റാർട്ട് അർഹിക്കുന്ന പ്ലെയർ ആണ്. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ്? സൂപ്പർ ലീഗ് കേരളയില് ബെസ്റ്റ് പ്ലെയർ ആയി, സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് പോയി ഗോളുകൾ അടിച്ചു. ഒരു യങ് പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരണം എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ പുള്ളി? ഇങ്ങനെ ഒരു സീസണിൽ എസ്പെഷ്യലി നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഈ ഒരു സീസണിന്റെ ഒടുവിൽ എനിക്ക് തോന്നുന്ന കോൺട്രാക്ട് അവസാനിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ടാലന്റിനെ യൂസ് ചെയ്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബ് 100% നൈസായിട്ട് തൂക്കി അവിടെ കൊണ്ടുപോയി കളിപ്പിക്കുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം കേരളത്തിൽ നിന്ന് അങ്ങനെ പോയ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അതൊരു വലിയ പാത്വയാണ്. കാരണം നമുക്കറിയാം ഇപ്പൊ എല്ലാ ISL ടീമുകളിലും മലയാളി സാന്നിധ്യമുണ്ട്.
അപ്പോൾ അജ്സലിനെ വാല്യൂ ചെയ്യുന്ന ഒരു ക്ലബ്ബ് 100% ഒന്നോ ഒന്നിൽ കൂടുതലോ ക്ലബ്ബുകൾ ഈ ലീഗിൽ ഇപ്പോഴും ഉണ്ടാവും. എല്ലാവരും ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മളത് വിട്ടുകൊടുക്കരുത്. നമ്മളിവിടെ കളിപ്പിച്ച് ബെർട്ടമൂനെ പോലത്തെ ഒരു സ്ട്രൈക്കറിൻ്റെ കൂടെ കളിപ്പിച്ച്, ഒരു സീനിയർ സ്ട്രൈക്കർ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അജ്സലിന് ഇങ്ങനെ ഒരു 2-man പാർട്ണർഷിപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാലിക്കറ്റ് FC-യിൽ 2 സീനിയർ സ്ട്രൈക്കേഴ്സ് ഫോറിനേഴ്സ് ഉണ്ടായിട്ടും ആ അറ്റാക്കിംഗ് ലൈനപ്പിനെ ലീഡ് ചെയ്ത് ആ കോച്ച് കൊടുത്ത ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ആ ലൈനപ്പിനെ ലീഡ് ചെയ്ത് ഗോളുകൾ അടിച്ച് ആ ടീമിനെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തൊരു പ്ലെയറാണ് അജ്സൽ. എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് എന്ന് വെച്ചാൽ ബെർട്ടമും അജ്സലും ഒരുമിച്ച് കളിക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു 2-man സ്ട്രൈക്ക് പാർട്ണർഷിപ്പ് ഇത് പലപ്പോഴും ഫുട്ബോളിൽ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള, പണ്ട് ഫുട്ബോളിൽ ഏറ്റവും പ്രോമിനൻസ് ഉണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ 2-man സ്ട്രൈക്ക് പാർട്ണർഷിപ്പ്. ഒരു ബിഗ് മാൻ സ്മോൾ മാൻ പാർട്ണർഷിപ്പ് നമ്മൾ പ്രീമിയർ ലീഗിലൊക്കെ ഒരുപാട് ടീമുകളിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ക്ലബ്ബിലും നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നമുക്ക് എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ എന്നാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു തോന്നൽ. ഇനിയാണ് മാർലൻ റൂസ് ട്രൂയിലോനെ കുറിച്ച് സംസാരിക്കാനുള്ള സമയം. നിങ്ങളുടെ എല്ലാവരുടെ ഒപ്പീനിയൻ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. കാരണം ഒരു അഭിപ്രായം ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഒരു അഭിപ്രായം ഇല്ലാത്തതിനേക്കാളും വളരെ നല്ല കാര്യമാണ് ഒരു അഭിപ്രായം ഉണ്ടാവുക എന്നുള്ളത്. ആൻഡ് എൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായം ശരിയായിട്ട് എനിക്ക് തോന്നാം, നിങ്ങളുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നാം. അതുകൊണ്ട് എനിക്ക് ഓണസ്റ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ മുന്നോട്ട് വെക്കാറുള്ളൂ. ഞാൻ വായിച്ച സമയത്ത് ഞാൻ 6-7 കമൻറ്റേ കണ്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും കുറേ പേര് പറയുന്നത് കേട്ടു മാർലൻ 9 out of 10 അർഹിക്കുന്നുണ്ട്, മാർലൻ നമ്മുടെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു, മാർലൻ ബോൾ മിഡ്ഫീൽഡിൽ നിന്ന് ഒരുപാട് ക്യാരി ചെയ്തു. എല്ലാം ഞാൻ മാനിക്കുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ റെസ്പെക്റ്റും ഉണ്ട്. ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഇവിടെ വന്നിരുന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ള പൂർണ്ണ റൈറ്റും ഉണ്ട്, അത് ഞാൻ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഞാനൊരു ക്ലാരിറ്റി നൽകേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഞാനിപ്പോൾ ഇവിടെ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ ആൾക്കാർ വിചാരിക്കും അതിൽ കോൺഫിഡൻ്റ് അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ചുമ്മാ വന്ന് മാർലനെ എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഒരു പ്ലെയറിനെ ചീത്ത പറയാൻ വേണ്ടി വന്ന് പറഞ്ഞാണെന്ന്. പക്ഷെ അതുകൊണ്ടല്ല, ഞാൻ പറയാനുള്ളതിന് വ്യക്ത കാരണങ്ങളുണ്ട്. ഞാൻ ആദ്യം ഈ കമൻസ് ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഭാഗത്ത് ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയോ. കാരണം അങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ ഒന്നും കണ്ടില്ല. പിന്നെ എന്താണ് പ്രശ്നം? ഇത്രയും ഒരു 6-7 പേരൊക്കെ പറയണമെങ്കിൽ അവർ നോട്ടീസ് ചെയ്ത കാര്യം എന്തായിരിക്കും? ഞാൻ നോട്ടീസ് ചെയ്യാതെ അവർ നോട്ടീസ് ചെയ്ത കാര്യം എന്തായിരിക്കും? അപ്പോൾ ആ കളി ഒന്നുകൂടെ കാണണമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇന്ന് രാവിലെ ആ കളി ഒന്നുകൂടെ കണ്ടു. 62 മിനിറ്റ് ഞാൻ കണ്ടു. മാർലൻ പിച്ചിലുണ്ടായിരുന്ന ആ മിനിറ്റ്സ് ഫുള്ളി ഞാൻ കണ്ടുവരുന്നു. കാരണം എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റൽ എറർ വരാം, അത് നാച്ചുറലാണ്. ആരുടെ ഭാഗത്തു നിന്നും വരാം ഒരു ജഡ്ജ്മെൻ്റ് എറർ. ആൻഡ് ഒരു മിസ്റ്റേക്ക് വരുന്നത് വലിയ തെറ്റൊന്നുമല്ല. മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു, ആ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയാണ് എൻ്റെ ഒരു ഫിലോസഫി. മാർലനിൽ നിന്ന് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. മാർലനേക്കാളും ബെറ്റർ ആയിട്ട് കളിച്ച ഒരുപാട് പ്ലെയേഴ്സ് ഇന്നലെ ആ പിച്ചിലുണ്ടായിരുന്നു. അത് ഫാക്ട്. നമ്മുടെ ടീമിൽ തന്നെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. പിന്നെ ചിലർ പറഞ്ഞു ബോൾ ക്യാരിങ് എബിലിറ്റി. മിഡ്ഫീൽഡിൽ നിന്നൊരു മിഡ്ഫീൽഡർ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ബോൾ ക്യാരി ചെയ്യുക, ബോൾ ക്യാരിങ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ എക്സാമ്പിളുകൾ ഹ്യൂഗോ ബൂമസ്, ആൽബർട്ടോ നൊഗ്വേറ, ഇവരൊക്കെയാണ്. ഇവരുടെയൊക്കെ പീക്കിൽ അവർ ഗോവയിലും നൊഗ്വേറ മുംബൈയിലും ബൂമസ് മുംബൈ ATK ഒക്കെ കളിച്ചപ്പോൾ അവർ ബോൾ ക്യാരി ചെയ്യണമുണ്ടോ. അതാണ് ഒരു ബോൾ ക്യാരിങ് എബിലിറ്റി. ഓബ്വിയസ്ലി മാർലനെ ആ ലെവലിലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഏത് ലെവലിലുള്ള സൈനിങ് ആണെന്ന് നമുക്കറിയാം. ഈ ഒരു സിറ്റുവേഷൻ കാരണം ആ ഒരു ലെവലിൽ വെച്ച് കമ്പാരിസൺ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ അതാണ് ബോൾ ക്യാരിങ് എബിലിറ്റി. മാർലൻ ഇന്നലത്തെ മത്സരത്തിൽ 62 മിനിറ്റിൽ എവിടെയാണ് അടിപൊളിയായിട്ട് മിഡ്ഫീൽഡിൽ നിന്നും ഫൈനൽ തേർഡിലോട്ട് ബോൾ ക്യാരി ചെയ്തതെന്ന് നിങ്ങൾക്ക് ഒരു ടൈം സ്റ്റാമ്പ് എടുത്ത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ട് എനിക്ക് നോട്ടീസ് ചെയ്തില്ല. 39ാമത്തെ മിനിറ്റിലാന്ന് തോന്നുന്നു ബെർട്ടമു ആയിട്ടൊരു 1-2 കളിച്ചു. ബെർട്ടമു നമ്മുടെ ഹാഫിൻ്റെ അവിടെ വന്നിട്ട് പെട്ടെന്നൊരു 1-2 കളിച്ച് മാർലനെ റിലീസ് ചെയ്തു. അവിടെയാണ് മാർലൻ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഡ്രിബിൾ ചെയ്തിരിക്കുന്നത് തന്നെ. ശരിക്കും ആ ബോൾ അവിടെ പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഞാൻ പ്ലെയർ റേറ്റിംഗിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർലന് ആ അർജൻസി കണ്ടില്ല. ലൈക്ക് ഒരു ബോൾ കിട്ടിയാൽ എങ്ങനെ ഒരു പ്ലെയറിനെ റിലീസ് ചെയ്യാം. അവിടെ നിഹാൽ വൈഡിലുണ്ടായിരുന്നു. നിങ്ങൾ ഇതൊന്നും കൂടെ എടുത്ത് കണ്ടു നോക്കാം. ഫസ്റ്റ് ഹാഫിലെ ഈ ഒരു മൊമെന്റ് മാർലൻ ഇവിടെ പോയപ്പോഴത്തേക്കും ത്ലുവാങ്കയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ വന്ന് കവർ ചെയ്തു. അവിടെ മാർലനിൽ ക്ലിയർലി ഒരു ഹെസിറ്റേഷൻ നമ്മൾ കണ്ടു. ലൈക്ക് ബോൾ റിലീസ് ചെയ്യണോ, എന്ത് ചെയ്യണം, പൊസഷൻ കൺസീഡ് കളയാനും പറ്റില്ല. ലൈക്ക് ത്ലുവാങ്ക അവിടെ ഓൾറെഡി അഡ്വാൻസ് ചെയ്ത് വന്നു. ആ ഒരു ഡ്രിബിളിൽ കുറച്ചും കൂടെ ഒരു ബേസ്റ്റ് ഓഫ് പേസ് വരണം. ഇത് ഭയങ്കര ഓവർലി ക്രിട്ടിക്കൽ ആവുകയല്ല കേട്ടോ. കാരണം നിങ്ങളത് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പിൻ പോയിന്റ് ചെയ്ത് പറയുന്നത്. നമ്മുടെ പിച്ചിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു മാർലനെങ്കിൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ മാർലൻ നല്ലോണം പുഷ് ചെയ്യും, അവിടെ നിഹാലിനെ റിലീസ് ചെയ്യും, അവിടെ ഒരു ചാൻസ് ഓപ്പൺ ആവും. അതാണ് അവിടെ സംഭവിക്കേണ്ടിരുന്നത്. അത് സംഭവിച്ചില്ല. 2 നല്ല പാസുകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം കോറൂന് ഒരു ഇൻസൈഡ് ബോൾ റൈറ്റിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു ഔട്ട്സൈഡ് ദ ഫുട്ട് വെച്ച് ഒരു സാധനം കൊടുത്തു. അതുപോലെ തന്നെ അപ്പുറത്തെ വിങ്ങിൽ നിഹാലിനെ ഒരു 1-2 കളിച്ചിട്ട് റിലീസ് ചെയ്തു. നിഹാൽ ഒരു ഷോട്ട് അടിച്ചൊരു വീക്ക് ഷോട്ടായിരുന്നു, അത്
ഗോളി കറക്റ്റ് കയ്യിൽ തന്നെ അടിച്ചു കൊടുക്കുകയും ചെയ്തു. ആ 2 പാസിന്റെ ബേസിസിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ പ്ലെയർ ആയിരുന്നു നമ്മുടെ ബെസ്റ്റ് പിച്ചിലെ ബെസ്റ്റ് പ്ലെയർ എന്ന്, ഈ പ്ലെയർ എങ്ങനെ ബോൾ ക്യാരി ചെയ്തു എന്ന്, ഈ പ്ലെയർ 9 out of 10 റേറ്റിംഗ് ഡിസേർവ് ചെയ്യുന്നു എന്ന്. എനിക്ക് വർക്കായില്ല പെർഫോമൻസ്. എനിക്ക് അത് തോന്നിയില്ല. കാരണം മേ ബി എൻ്റെ എക്സ്പെക്ടേഷൻസ് ഒരുപാട് ഹൈ ആയിരിക്കാം. എനിക്ക് ആ പെർഫോമൻസ് ഒട്ടും വർക്കായിട്ടില്ല. കളി കണ്ടപ്പോഴും വർക്കായിട്ടില്ലായിരുന്നു, ഇന്നിപ്പോൾ റീപ്ലേ കണ്ടപ്പോഴും എനിക്ക് വർക്കായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 4 out of 10 കൊടുത്തത്. അതിൽ നിന്നൊരു എൻ പ്രോഡക്റ്റോ ഒരു ഔട്ട്പുട്ടോ ഒന്നുമില്ല. ഒരു നമ്പർ 10ൽ നിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതെവിടെയാണ് സംഭവിച്ചതെന്ന് പക്ഷേ എനിക്ക് ഈ മത്സരത്തിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ എടുത്ത് പറയുമ്പോഴത്തേക്കും ആൾക്കാർ ചോദിക്കും ഇത് എന്താണ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിട്ടാണ് പറഞ്ഞത്. കാരണം ആ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ഇതൊന്നും ഞാൻ പ്ലെയർ റേറ്റിംഗ്സ് വീഡിയോയിൽ എടുത്ത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നത് ഒട്ടും ഫെയർ അല്ല. കാരണം 2 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഈ പ്ലെയർ ഇങ്ങനെ വന്നിരുന്നു ആ സംഭവം ശരിയായില്ല, ഈ സംഭവം ശരിയായില്ല, അങ്ങനെ ഭയങ്കര എക്സ്ട്രീംലി ക്രിട്ടിക്കലായിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പണ്ട് വീഡിയോസിൽ. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ മാനിച്ച് ഞാനത് പറയാണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പം ഇത്രയും ആൾക്കാർ ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള ജസ്റ്റിഫിക്കേഷൻ എനിക്ക് പുറത്തേക്ക് വെക്കണം. കാരണം ഇല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും ഞാൻ ചുമ്മാ വന്നിരുന്ന കാര്യങ്ങൾ തള്ളുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഒരു ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ട് വന്ന് പറയും. എന്നിട്ട് ആൾക്കാർ പറയുമ്പോൾ എൻ്റെ ഒപ്പീനിയൻ മാറ്റി പറയും. എൻ്റെ ഒപ്പീനിയനിൽ മാറ്റമൊന്നുമില്ല. മാർലൺ ബ്രൂസ് ട്രൂയിലോൻ്റെ പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ച അത്രയും വന്നിട്ടില്ല. ആ പെർഫോമൻസ് എനിക്ക് വർക്കായിട്ടില്ല. ബേസിക്കലി നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ലൈക്ക് നിങ്ങൾ ഓക്കെ ആണ്, ഈ നിങ്ങളുടെ നമ്പർ 10ൽ നിന്നും നിങ്ങൾ ഇത്രയും പെർഫോമൻസിൽ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു 8 out of 10 ഒരു 9 out of 10 ഒരു 7 out of 10 മാർലൺ, ഒരു 6 out of 10 മാർലൺ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗുഡ് ഫോർ യു. ലൈക്ക് ദാറ്റ്സ് ഫൈൻ ബ്രോ. ലൈക്ക് എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ വേറെ ആയിരിക്കും. നമ്മൾ ഓരോ പ്ലേയേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും. ഇപ്പം എൻ്റെ എക്സ്പെക്ടേഷനൊത്ത് എല്ലാ പ്ലേയേഴ്സും കളിക്കണം, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്ന പോലെ നിങ്ങൾ തീരുമാനിക്കണം എന്നൊന്നുമില്ല. അങ്ങനെ ഒരു കാരണവുമില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടൊരു രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു സംഭവം ക്ലാരിറ്റിയോടെ പറയാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലോജിക്ക്. പിന്നെ വേറൊരു ടെൻഡൻസി ഞാൻ കണ്ടത് മാർലണിൽ ഒരു നമ്പർ 10ന് പകരം കുറച്ചും കൂടെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്താണ് ഈ പ്ലെയർ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബെർട്ടമൂന് ഒരുപാട് ഇറങ്ങി വന്ന് ബോൾ കളക്ട് ചെയ്യേണ്ട പല സിറ്റുവേഷനുകളും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അയാൾ അവിടെ നിർത്തിയിട്ട് മാർലൺ കുറച്ചും കൂടെ സെൻട്രൽ ഏരിയാസിൽ ഞാൻ പറഞ്ഞ പോലെ പല സ്പേസുകളും ഓപ്പൺ അപ്പ് ആകുമ്പോൾ ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്ത് ബെർട്ടമൂലേക്ക് കളിക്കാം. ബെർട്ടമും മാർലണും തമ്മിൽ എന്തെങ്കിലും ഒരു ലിങ്കപ്പ് നടന്നതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ 2 പ്ലേയേഴ്സ് തമ്മിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. മാർലൺ പിന്നെ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാർലൺ അവിടെ സൈഡിൽ പോയിട്ട് ചാങ്തേനെ എന്തോട്ട് വട്ടം കറക്കി എന്നൊക്കെ. അവിടെ 2 ക്വിക്ക് ഫീറ്റ് ആയിട്ട് കാണിച്ചിട്ട് അതിൽ നിന്നൊന്നും ഒന്നും സംഭവിച്ചില്ലെന്നുള്ളതാണ്. ജസ്റ്റ് അവിടെ ഒരു 2 ബോഡി ഫെയിൻ്റ് അടിച്ചിട്ട് അത് നവോച്ചയ്ക്ക് പാസ് കൊടുക്കുകയാണ് ചെയ്തത്. അതിലെന്ത് 9 out of 10 റേറ്റിംഗ് കൊടുക്കാനാണ് ബ്രോ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ലൈക്ക് അങ്ങനെ ഒരു സാധനം ചെയ്തെന്ന് വെച്ച് നമ്മുടെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു മാർലൺ നമുക്ക് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കാം, ആൻഡ് അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മാർലൺ ബെർട്ടമൂനെ കളിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ അവർ തമ്മിലൊരു ലിങ്കപ്പോ ആ ഒരു സാധനം ഇല്ലാണ്ട് എങ്ങനെയാണ് അവിടെ ഒരു സ്ട്രൈക്കറിന് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ കമൻസിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിലും ആരും അങ്ങനെ ഒരു പേഴ്സണൽ ലൈൻ ക്രോസ് ചെയ്യുകയോ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുകയൊന്നും ചെയ്തില്ല. എല്ലാവരും അവരുടെ ഒപ്പീനിയൻ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു, വിച്ച് ഐ റിയലി അപ്രീഷിയേറ്റ്. ബിക്കോസ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശം അതാണ് അല്ലേ. നമ്മൾ റീച്ചിനോ വ്യൂസിനോ വേണ്ടിയല്ല, നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് നൽകണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് ഈ കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഇനിയും ഇതിൽ ക്ലാരിറ്റി ആവശ്യം ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട്. എനിക്ക് അതിലൊരു പ്രശ്നവുമില്ല. കാരണം ഒരു ഹെൽത്തി കോൺവെർസേഷൻ എപ്പോഴും ഉണ്ടാവണം ബ്രോ. നമ്മൾ ആരെയും തെറി വിളിക്കുന്നില്ല, നമ്മൾ ആരെയും പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുന്നില്ല. ആ 2 കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് പറയാനുള്ള ഇതുണ്ട്. കാരണം ക്രിറ്റിസിസം ഇല്ലാണ്ട് ഇവരെ ഒന്നും ഈ പ്രഷറോ അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടബിലിറ്റിയോ ഒന്നും ഇല്ലാണ്ട് ആരും ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല ബ്രോ. ആരും ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല. ഈ മോഹൻ ബഗാനിലൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നത്? അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ഈ കൊൽക്കത്ത ഫാൻസൊക്കെ അവരൊക്കെ ഭയങ്കര ഡിമാൻഡിങ് ആണ്. നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിലാണ് ഈ ഒരു സിമ്പതി സാധനം ഒരുപാട് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നില്ല മനുഷ്യരായിട്ട് തന്നെ കാണണം, മോഹൻ ബഗാന്റെ ഫാൻസ് കാണിക്കണ പോലെ കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പെർഫോമൻസുകളെ നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾക്കത് പറയാൻ പറ്റണം ബ്രോ. അതാണ്. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ സീസണിൽ പ്ലെയേഴ്സിനെ അങ്ങനെ ഓവർലി ക്രിട്ടിക്കലായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാനൊന്നും ഒരു താല്പര്യമില്ല. കാരണം അവർക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല.
അവരൊക്കെ ഇപ്പോൾ ഈ മാർലണൊക്കെ ഇപ്പം ഇങ്ങോട്ട് വന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് കളിക്കുന്ന 23 വയസ്സുള്ള ഒരു പ്ലെയറാണ്. അയാളൊക്കെ ഒന്നും പറയാനില്ല, ശരിക്കും പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഈ കോണ്ടന്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടും പ്ലെയർ റേറ്റിംഗ്സ് എന്നുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ടും അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഇപ്പം പേഴ്സണലി എനിക്ക് ഈ പ്ലെയർ നന്നായിട്ട് കളിക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് ഈ പ്ലെയറിനോട് എന്തെങ്കിലും ദേഷ്യം, അങ്ങനെ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു കോണ്ടന്റ് ഫോർമാറ്റാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. എനിവേ, ഞാൻ ഒരുപാട് സമയമെടുത്ത് ഒരുപാട് എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ 5 കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.